ഹലോ മാഡം, എവിടെയുണ്ട്? കല്യാണി, തൃച്ചംബരത്തെ അടുക്കളക്കാരി. അയ്യോ സോറി, ബ്രാൻഡ് അംബാസഡർ. അതും കൂടാതെ വേറെ എന്തൊക്കെയാടി നിനക്ക് അവിടെ പണി? ലക്ഷണം കണ്ടിട്ട് നീ ലോകം മൊത്തത്തിലെടുത്ത് തല തിരിച്ചു വെക്കുന്ന മട്ടാണല്ലോ. എന്താടി ചോദിച്ചു കേട്ടില്ലേ? പറയടി, നിനക്ക് വേറെ എന്തൊക്കെയാ വീട്ടില് പണി? ആഹാ, അവളുടെ മുഖമൊക്കെ ചുവന്ന് തുടുത്തിരിക്കുന്ന കണ്ടില്ലേ? പറയടി, നീ ഏത് ക്രീമാ ഡെയിലി മോന്തയിൽ പൊറ്റുന്നത്? എത്ര നേരം? നിന്റെ കൊച്ചമ്മയുടെ സാറിന്റെ ക്രീം പുരട്ടി പാവപ്പെട്ട പെമ്പിള്ളേരുടെ മുഖം പൊള്ളിയത് മോള് കണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ താമസിയാതെ ഞാൻ കാണിച്ചു തരാം. ഒപ്പം നിന്റെ ഈ മുഖവും ഞാൻ ആ പരുവത്തിലാക്കും, മാന്തി പൊളിച്ചിട്ട്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്താടി മിണ്ടാത്തത്? നീ എന്താടി ഊമയാണോ? എന്നാ അതൊന്നും അറിയണമല്ലോ. ഇങ്ങോട്ട് വാടി. മാഡം, എന്നെ ഒന്നും ചെയ്യരുത്. ഓ ഭാഗ്യം, അപ്പൊ ഊമയല്ല. എന്നാ പിന്നെ ഇനി നിനക്ക് സത്യം പറയാലോ. വാ തുറന്ന് നേരിട്ട് തന്നെ പറഞ്ഞോ. നിന്റെയൊക്കെ ഹെർബൽ ക്രീമിൽ കൂടുതൽ കെമിക്കൽസ് ചേർക്കാൻ പറഞ്ഞത് ആനന്ദല്ലേ? ആനന്ദ് കൃഷ്ണൻ. അവനെ രക്ഷപ്പെടുത്താനല്ലേ നീ എല്ലാ കുറ്റവും ഇപ്പോൾ സ്വയം ഏറ്റെടുത്തിരിക്കുന്നത്? അങ്ങനൊന്നും അല്ല മാഡം. ഇവിടെ സംഭവിച്ചിരിക്കുന്ന എല്ലാ കുറ്റത്തിനും ഞാനാ കാരണക്കാരി. ചി, കള്ളം പറയുന്നോടി. നോക്ക്, ആനന്ദ് പറഞ്ഞിട്ടാണെന്ന് സമ്മതിച്ചാ നിനക്ക് ഇന്ന് തന്നെ വലിയ കേടുപാടൊന്നുമില്ലാതെ വീട്ടിൽ പോവാ. ഇല്ലെങ്കിൽ ചവിട്ടി നിന്റെ നാട്ടല് ഞാൻ ഓടിക്കും. പറയടി, ഇതിനെല്ലാം ഉത്തരവാദി ആനന്ദല്ലേ? എടി അല്ലെന്ന്? ഇല്ല, ഇതിനൊന്നിനും വലിയൊന്നിനും തൃച്ചംബരത്തുള്ളവർക്ക് ഒരു പങ്കുമില്ല മാഡം. എല്ലാം ഞാൻ ഒറ്റയ്ക്ക. ആഹാ, നിന്നെ ഇന്ന് ഞാനുണ്ടല്ലോ. പറയടി, പറയാനാ പറഞ്ഞ. അപ്പോ അങ്ങനെയാണ് കാര്യത്തിന്റെ കിടപ്പ്. നീ ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല. നല്ല വിളഞ്ഞ ഐറ്റോ. ഏതോ കുഗ്രാമത്തിൽ നിന്ന് വന്നവളല്ലേ. ഒന്ന് വിരട്ടിയ വഴിക്ക് വരുമെന്ന് വിചാരിച്ചു. നടക്കില്ല. അപ്പൊ പിന്നെ ഇനി മൂന്നാം മുറ തന്നെ നോക്കിക്കളയാം. ശരീരം നൊന്താലേ നീ പഠിക്കൂ. എടി, ഹലോ. ആ, തുടങ്ങി. അറിഞ്ഞതിനേക്കാൾ കൂറധികമാ അവൾക്ക്. സാരമില്ല, പോലീസ് കസ്റ്റഡി എന്താണെന്ന് ഇന്ന് അവൾ അറിയും. അവളെ കൊണ്ട് നമുക്ക് വേണ്ടത് സമ്മതിപ്പിച്ച് ഒപ്പിട്ട് വാങ്ങിച്ചിട്ടേ ഞാൻ ഇന്ന് അവളെ ഉറക്കൂ. അല്ലെങ്കിൽ നാളെ രാവിലെ ഇവള് കോടതിയിലേക്കല്ല കയറാൻ പോകുന്നത്, പോസ്റ്റ്മോർട്ടം തിയേറ്ററിലാ. ആ ശരിയപ്പോ, ഞാൻ വിളിച്ചോളാം. മര്യാദയ്ക്ക് സമ്മതിച്ച് ഒപ്പിട്ട് കൊടുത്തോ.
അല്ലെങ്കിൽ ഇവിടെ തീരും നിന്റെ ജീവിതം തന്നെ. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താടി മാഡം പറഞ്ഞതുപോലെ ചെയ്യുന്നോ അതോ ഞങ്ങളുടെ കൈ മെനക്കെടുത്തണോ? എന്താടി നിന്റെ ഉദ്ദേശം? ഇല്ല, എന്റെ ജീവൻ പോയാലും ശരി, ഞാൻ വലിയ കുഞ്ഞിനെ ഒറ്റ കൊടുക്കില്ല. അവരല്ല കുറ്റക്കാര്, ഞാൻ മാത്രമാ. ഇവള് പറഞ്ഞാലൊന്നും കേക്കില്ല, അനുസരിപ്പിച്ചേ പറ്റൂ. തുടങ്ങിക്കോ. പറഞ്ഞ കേക്കില്ല അല്ലേടി? ഒപ്പിടില്ലല്ലേ? കൊണ്ട് ഒപ്പിടിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അവളൊരു വാശിക്കാരി. എനിക്കിഷ്ടപ്പെട്ടു. ചെറിയൊരു ഹീറോ ലൈനൊക്കെ ഉണ്ട്. ക്രാഷ് ലാൻഡിങ്ങും ഡോറ് തുറന്നടക്കലും ആ നടത്തവും. ആനന്ദ് ഗ്രൂപ്പിന് ഇനി ഫിലിം പ്രൊഡക്ഷൻ കൂടി തുടങ്ങിക്കൂടെ? ആനന്ദ് കൃഷ്ണൻ ഹീറോ ആയിട്ട്. അത് തുടങ്ങിക്കോളാം, പക്ഷേ അതിലൊരിക്കലും ഹീറോയിൻ നീ ആയിരിക്കില്ല, അതുറപ്പാ. ഏതായാലും നീ വലിയ സന്തോഷത്തിലാണെന്ന് മനസ്സിലായി. ഒരു പാവം പെണ്ണിനെ അറസ്റ്റ് ചെയ്യിച്ചത് ആഘോഷിക്കാൻ ഇറങ്ങി തിരിച്ചായിരിക്കും അല്ലേ? എന്ന് ചോദിച്ചാ സന്തോഷമില്ലാതില്ല. സത്യം പറഞ്ഞ ആനന്ദ് ഇപ്പോ കാർ ക്രോസ് ചെയ്ത് നിർത്തിയപ്പോ ഞാൻ കരുതിയത് എന്നെ കൂട്ടി വല്ല പാർക്കിലോ ബീച്ചിലോ പോകാൻ വന്നതായിരിക്കും. എന്താ, നമുക്ക് അങ്ങനെ ഒരു ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്താലോ? ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് പക്ഷെ നിന്നെയും കൂട്ടി പാർക്കിലേക്കും ബീച്ചിലേക്കൊന്നും അല്ല, ഇലക്ട്രിക് ശ്മശാനത്തിലേക്കാ. നിന്റെ മൂക്കിൽ പഞ്ഞിയും തിരികെ ഒരു സ്വിച്ചിട്ട് നിന്നെ അങ്ങ് കത്തിക്കാൻ. ഓ ഗോഡ്, അത്രയ്ക്കൊക്കെ അങ്ങ് ചിന്തിച്ചു കഴിഞ്ഞു അല്ലേ? എനിക്ക് മനസ്സിലാകും ആനന്ദേ, ആ മനസ്സിന്റെ കടലിരമ്പൽ. കോടികൾ ടേൺ ഓവർ ഉള്ള സ്വന്തം കമ്പനി പൂട്ടി സീല് വെക്കുമ്പോ ആർക്കായാലും കോപവും ദേഷ്യമൊക്കെ വരും, തികച്ചും സ്വാഭാവികം. പക്ഷേ അതിന് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? ആദ്യം വേണ്ടതേ ബിസിനസ്സില് നേരും നെറിയും കാണിക്കല. കോടികൾ ലാഭം കൊയ്യുമ്പോ കസ്റ്റമേഴ്സിന്റെ ആരോഗ്യം കൂടി നോക്കാനുള്ള ബാധ്യത ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനുണ്ട്. ബിസിനസിന്റെ നേരും നെറിയും നീ എന്നെ പഠിപ്പിക്കരുത്. അടഞ്ഞു പോയ എന്റെ കമ്പനി എങ്ങനെ തുറക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്കേതായാലും പക തൃച്ചംബരത്തോടല്ലേ? അതിന് ഞങ്ങളോട് ഫൈറ്റ് ചെയ്തോ? അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അതിനിടയിൽ ദാസേട്ടന്റെ മകൾ കല്യാണിയെ നീ എന്തിനാ കരുവാക്കുന്നത്? ഷീസ് എ പൂർ വില്ലേജ് ഗേൾ. അവൾക്കൊന്നും അറിയില്ല. കൊള്ളാം, എക്സലന്റ് ആറ്റിറ്റ്യൂഡ്. തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണന് കോടികൾ ടേൺ ഓവർ ഉള്ള കമ്പനി പൂട്ടിയതിലല്ല സങ്കടം, അടുക്കളക്കാരി അകത്തു പോയതില. വാട്ട് എ പാരഡോക്സ് മാൻ. ഐ പിറ്റി ഓൺ യു. കഷ്ടമാണ് തൃച്ചംബരത്തെ കൊച്ചുമുതലാളിയുടെ കാര്യം. ആ കഷ്ടം ഞാനങ്ങ് സഹിച്ചോളാം. നീ പറഞ്ഞത് തന്നെയാ സത്യം. എനിക്ക് കൂടുതൽ സങ്കടം കല്യാണി ലോക്കപ്പിലായതില്ല. എന്റെ കല്യാണിക്ക് എന്തെങ്കിലും വന്നാൽ സഹിക്കില്ല ഞാൻ. നീ ലോക്കൽ റൗഡികളെ അയച്ച് കല്യാണിയെ കൊല്ലാൻ നോക്കിയപ്പോഴേ പെണ്ണല്ലേ എന്ന് കരുതി ക്ഷമിച്ചതാ എന്റെ തെറ്റ്. അന്ന് ഞാനതിന് പകരം വീട്ടിയിരുന്നെങ്കിൽ ഇന്ന് അവൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. സാരമില്ല, ഇതൊരു പാഠമായി ഞാൻ കണ്ടോളാം. അതുകൊണ്ടാ ഇപ്പൊ ഞാൻ നിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. നോക്ക്, ഇനി എന്റെ കല്യാണിയുടെ നിഴലോരത്ത് പോലെ നിന്നെ കണ്ട അന്ന് നീ അറിയും ഈ ആനന്ദ് ആരാണെന്ന്.
ഗ്രേറ്റ്. എന്റെ കല്യാണി എന്റെ കല്യാണി എന്റെ കല്യാണി എന്നുള്ള പറച്ചിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു ചോദ്യം, എന്നെക്കാളും എന്ത് യോഗ്യതയാ ആ അടുക്കളക്കാരി കല്യാണിക്ക് കൂടുതലുള്ളത് എന്റെ കല്യാണി ആവാൻ? ചതിയും വഞ്ചനയൊന്നും ഇല്ലാത്ത നല്ലൊരു മനസ്സ്, അതാണ് കല്യാണിയുടെ യോഗ്യത. നീ എന്നെ ജയിലിലാക്കാൻ നോക്കിയപ്പോ എന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വയം കുറ്റമേറ്റെടുത്ത് ജയിലിലേക്ക് പോകാൻ ഇറങ്ങിയതാ അവള്. നീ നശിപ്പിക്കാൻ നോക്കുമ്പോ അവളെ രക്ഷിക്കാൻ കൂടെ നിൽക്കും. അതാണ് അവളുടെ യോഗ്യത. ഇനി നീ സ്വയം ആലോചിച്ചാൽ മതി അവൾ എങ്ങനെയാ എന്റെ കല്യാണി ആയെന്ന്. നിന്റെ പണവും അധികാരവും ഉപയോഗിച്ച് നീ എന്റെ കമ്പനി പൂട്ടിച്ചു. വേണമെങ്കിൽ ഈ ആനന്ദ് കൃഷ്ണന് വെറും ഒരു ഫോൺ കോൾ മതിയായിരുന്നു അത് ഓപ്പൺ ആക്കാൻ. പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം നിന്നെ ജയിലിലാക്കിയിട്ട് മാത്രമേ എന്റെ കല്യാണിയെ കൊണ്ട് ഞാനത് വീണ്ടും തുറന്ന് പ്രവർത്തനം നടത്തും. ഇപ്പൊ ഈ നിമിഷം നീ ഒരു കാര്യം മനസ്സിൽ സിമ്മനിട്ട് ഉറപ്പിച്ചോ. നീ കല്യാണിയുടെ കയ്യിൽ അണിയിപ്പിച്ച ആ വിലങ്ങ് ഞാൻ അഴിപ്പിക്കും നിന്റെ കയ്യിലിടാൻ. ഇത് ആനന്ദിന്റെ വാക്കാ. ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ് പ്രഷ്യസ് മൊമെന്റ്. ഉണ്ടാവോ അത് ഉടൻ. ഈ നരുന്ത് പെണ്ണിനെ അടിക്കാനാണോ മേഡം എന്നെ ഇവിടെ വരുത്തിച്ചത്? ശേ, എന്റെ ഒരു അടിക്ക് കാഞ്ഞു പോവല്ലോ ഇവള്. ഈ കാണുന്ന മുതലൊന്നും അല്ല ഗിരിജ ഇവള്. ആള് കാന്താരി ഐറ്റമാ. എന്റെ ഈ സർവീസ് ജീവിതത്തിനിടയ്ക്ക് ഇതുപോലെയുള്ള ഐറ്റങ്ങൾ വളരെ കുറവാ. ഉണ്ട ചോറിന് നന്ദി കുറച്ച് കൂടുതലാ ഇവളുമാർക്ക്. ചതച്ച് പിഴിഞ്ഞാലേ പറ്റൂ. അത് സാരമില്ല മേഡം. ഇതുവരെ ഇവള് ഉണ്ടതെല്ലാം കുടിച്ച മുലപ്പാലടക്കം ഞാൻ പുറത്തു വരുത്തിക്കൊള്ളാം. ഇത് ഗിരിജയാ. ഞാൻ ഇവളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണമെന്ന് മേഡം ഒന്ന് പറഞ്ഞാ മാത്രം മതി. നടന്ന സംഭവങ്ങൾക്കെല്ലാം ഉത്തരവാദി തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണനാണെന്ന് സമ്മതിച്ച് ഇവൾ ഇതിൽ ഒപ്പുവെക്കണം. നീ ഇവളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചേ പറ്റൂ. നേരം വെളുക്കുമ്പോ കോടതിയിൽ ഹാജരാക്കാനുള്ളതാ. ശരി മാഡം. മാഡം ചെന്നൊരു വലുത് ഒഴിച്ചു വെക്ക്. ഇവളെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് ഞാനങ്ങോട്ട് വന്നോളാം. അല്പം ജീവൻ മാത്രം കിടന്നാ മതി. ബാക്കി എന്ത് വേണമെങ്കിലും ആയിക്കോ. ഇത് മുകളിന്ന് ചിലര് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതാ. ദയയും ദാക്ഷിണ്യം ഒന്നും വേണ്ട. എന്താടി നിന്റെ പേര്? കല്യാണി. കല്യാണിയോ? മര്യാദയ്ക്ക് പറയടി, നിന്റെ പേരെന്താ?
പറയടി. കല്യാണി, അടുക്കളക്കാരിയായി നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് സാറന്മാരെയും കൊച്ചമ്മമാരെയും രക്ഷിക്കാൻ പോകുന്നത്? മര്യാദയ്ക്ക് ഇതിലൊരു ഒപ്പിട്ടിട്ട് പോവാൻ നോക്ക്. പെട്ടെന്നാവട്ടെ. ഇല്ല, മാഡത്തിന് വലിയൊന്നിനും എതിരായിട്ട് ഞാനൊന്നും ചെയ്യില്ല. എന്നെ കൊണ്ടാവില്ല അതിന്. എഴുന്നേക്കടി. എഴുന്നേക്കടി. എഴുന്നേക്കാനാ പറഞ്ഞത്. ഈ കൈ കണ്ടോ നീ? ഒരുപാട് ചോര കണ്ട കയ്യാ ഇത്. കൊന്നുകളയും നിന്നെ ഞാൻ. ഇടടി ഒപ്പ്. ഒപ്പിടാൻ. ഇല്ല, ഇടില്ല ഞാൻ. മര്യാദക്ക് ഇടടി. ഇല്ല. മര്യാദക്ക് ഇടടി ഒപ്പ്. ഒപ്പിടാൻ. ഇല്ല. എന്നോട് കളിക്കുന്നോ നീ? ഈ കൈ കണ്ടോ? സ്വന്തം ഭർത്താവിനെ ഞെക്കിക്കൊന്ന കയ്യാ ഇത്. പിന്നെയായി ചീള് നീ. ഒപ്പറി. ഒപ്പിടാൻ. ഇല്ല, ഇതിനെതിരെ ഞാൻ ഒപ്പിടില്ല. ആരടി നിന്റെ വലിയ കുഞ്ഞ്? അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിവനൊന്നല്ലോ അവനെതിരെ ഒപ്പിടില്ലെന്ന് പറയാൻ. അവളുടെ ഒരു വലിയ കുഞ്ഞ്. നിനക്കൊരു 5 മിനിറ്റ് കൂടി സമയം തരുന്നു. ഈ കാണുന്ന പേപ്പറിൽ ഒപ്പിട്ട് വെച്ചേക്കണം. ഞാൻ പോയി ഒന്നുകൂടി ഒന്ന് ഉഷാറായി വന്നാ പിന്നെ എന്റെ രീതി ഇതൊന്നും ആയിരിക്കില്ല. ഇടിച്ച് കുടലുമാല ഛർദിപ്പിക്കും ഞാൻ. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട.
ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹെർബൽ പ്രോഡക്റ്റുകളിൽ എല്ലാത്തിനും അതിന്റെ കണ്ടുപിടുത്തത്തിന് കാരണക്കാരിയായ കല്യാണിക്കാണ് കുത്തകാവകാശം. അതിന്റെ ഡോക്യുമെന്റ്സ് ആയത്. ഇനി കൂടുതൽ ചർച്ചയൊന്നും വേണ്ട, നീ ഇതിലൊന്ന് ഒപ്പിടണം, അത്രേ ഉള്ളൂ. കമോ, ഒപ്പിട. അനിയും കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യരുത്. എന്നെ വേണം അറസ്റ്റ് ചെയ്യാൻ, പ്ലീസ്. എന്റെ മനസ്സിൽ മാഡത്തിന് ദൈവത്തിന്റെ സ്ഥാനമുള്ളത്. എന്റെ ജീവൻ പോയാലും ആ കൈകളിൽ വിലങ്ങി വീഴാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഇവിടെ തന്നെ എന്റെ ജീവിതം അവസാനിപ്പിക്കും.